ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിശിഷ്ട മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഒരേ കൂടെ സ്വാഗതം. പറഞ്ഞു കേൾപ്പിച്ച പോലെ ഉണ്ട്. ഇവന്മാരെ കൊണ്ടുവന്നാൽ തന്നെ എനിക്കറിയാം ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ കുറേ നാളായി വീഡിയോ ഒക്കെ എടുത്തിട്ട് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. കാരണം ഒരു 2-3 മാസമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ കഴിച്ച് ഇന്ന് നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഏകദേശം ഒരാഴ്ചയായിട്ട് വെള്ളം കയറി കിടക്കുവാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ ഒന്ന് പൊക്കി വെക്കാൻ വേണ്ടി പോയതാണ്. അതിനുവേണ്ടി ഇവന്മാരെല്ലാം സഹായിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നേരെ നമ്മുടെ കടയിലോട്ട് പോവാം. സാധാരണ വെള്ളം കയറി കഴിഞ്ഞാൽ ഒരു 1-2 ദിവസമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി പോകുന്നതാണ്. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഈ മഴ നിൽക്കുന്നുമില്ല. ഇറങ്ങി വെള്ളമാണെങ്കിൽ പിന്നെയും കയറി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണിക്കാം. അതുപോലെ തന്നെ കച്ചാവല വെക്കുന്നുണ്ടോ? പിന്നല്ലേ, നമ്മുടെ മെയിനായിട്ടാണ് നമ്മുടെ എല്ലാ വെള്ളപ്പൊക്കത്തിനും കച്ചാവല വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും കിട്ടുമെന്ന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകും. ഗായ്സ്, നമ്മുടെ വീടിൻ്റെ മെറ്റ കാണുന്നത് കേട്ടോ. ഇത് കണ്ടോ, മുഴുവൻ വെള്ളം കയറി. നമ്മളൊന്ന് ഫ്രിഡ്ജൊക്കെ ഒന്ന് പൊക്കി വെക്കാൻ വേണ്ടി വന്നാൽ കണ്ടോ, യോഗേഷ് ഇപ്പോൾ ഉണ്ട്, ആഷി ഇപ്പോൾ ഉണ്ട്, മോനും ഉണ്ട്, അർജുനും ഉണ്ട്, ഞാനും ഇവിടെ എത്തുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ നല്ല ഒഴുക്കാണ് വരുന്നത്. ഇതുണ്ടോ, ഏകദേശം ഇത്ര ഉണ്ട് വെള്ളം. അട്ടനെ പിടിച്ചിരിക്കുവാണ്. അതുകൊണ്ട് ഞാൻ ഒരാഴ്ചയായി ഇങ്ങോട്ട് വന്നിട്ട്. അതെ, ഇവിടെ മാത്രമേ വെള്ളം കയറാത്തത് കേട്ടോ. ഇത് കഴിഞ്ഞ ഇടയ്ക്ക് പൊക്കിയ വഴിയായതുകൊണ്ട് കുഴപ്പമില്ല. അതെ, ഇത് നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. അതുപോലെ നമ്മളിത് ഇപ്പം കടയിലോട്ടാണ് പോകുന്നത്. നമ്മൾ ഒരാഴ്ചയായിട്ട് കടയിൽ തന്നെ കിടക്കുന്നത്. ഇത് കണ്ടോ, ഈ വെള്ളത്തിലോട്ട് ഇറങ്ങുമ്പോൾ കാണിക്കാം എന്തുമാത്രം ആഴമുണ്ടെന്ന്. കണ്ടോ, മീനച്ചിലാറുടെ കൈവഴിയാന്നേ ഉള്ളൂ പറയത്തുള്ളൂ. കണ്ടോ, ഇപ്പം മോനൊരു നന്മോരായിട്ട് ഇരിക്കും കേട്ടോ. വെള്ളത്തിൽ കിടന്ന ഒരു ഐഫോണൊക്കെ കിട്ടി, അത് തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അമീർ സാറിന്റെ വാപ്പാടെ വള്ളം ദേ കിടക്കുന്നു. കടയുടെ വാതിക്കല്ലേ കെട്ടിയിട്ടേക്കുന്നത് കേട്ടോ. ആറ്റിലൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. അവനും വേണം കേട്ടോ. രസം പിടിച്ച് നടക്കുക കേട്ടോ. ഇവിടെ കിടക്കുമായിരുന്നു മലനാടത്. അല്ലല്ല മുങ്ങി നന്ദിയുണ്ടേ. നമ്മളെ ചങ്കിന്റെ ഫോണാ കേട്ടോ, മോന് കൊണ്ട് കൊടുത്തേ. ഇവിടെ ഈ വെള്ളത്തിൽ കിടക്കുമായിരുന്നു കേട്ടോ. എങ്ങനെയോ കാലത്തട്ടി തടിക്കഷ്ണമെന്ന് പറഞ്ഞ് ദൂരെ കളഞ്ഞ ഭാഗ്യം. അവിടെ എല്ലാം വെള്ളം കയറി കിടക്കുക കേട്ടോ. വീടെല്ലാം മുങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, നിങ്ങളെല്ലാവരും മോനെ സൂപ്പർ ചാറ്റ് ചെയ്യണം. ഇത് കണ്ടോ, ഇതൊക്കെ റോഡാ കേട്ടോ, ഓരോ വീട്ടിലോട്ട് പോകാനുള്ള. പറമ്പെല്ലാം മുങ്ങി. ഇവിടെ ഇനി വീട്ടിൽ വെള്ളം കയറാ. നിങ്ങളുടെ വീട്ടിൽ കയറാ, നിന്റെ വീട്ടിൽ വെള്ളം കയറി. ഉമ്മാരൊന്നും കയറത്തില്ല. ഇവരെല്ലാം PS ഫാമിലി ആയതുകൊണ്ട് കുഴപ്പമില്ല, കയറത്തില്ല. നമ്മുടെ കടയുടെ വാതിക്ക് ഫുള്ള് വെള്ളമായിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്രീ പ്രൊമോഷനാണ്. വരുന്നവർക്ക് വാതിക്ക് തന്നെ ചൂണ്ടിടാം. ഇറങ്ങി പോകും. ഇല്ലില്ല, മൊത്തം വലിയ കൊലയുണ്ടെന്ന് തോന്നുന്നു. മഴയുണ്ടോ? ചേട്ട മഴയുണ്ട്. ഉണ്ടോ? ഉയ്യോ, മൊത്തക്കണം പറഞ്ഞ പോലെ തന്നെ. ആ ഇല കയറിയപ്പോ തട്ടിയതാടാ. എന്തിനാണ് കൊണ്ടിരിക്കുന്നത്? വെള്ളത്തിൽ കോട്ട് ഇറങ്ങി. ഉണ്ടോടാ? ആ ഉണ്ട്, ഒരെണ്ണം മേലെ ഒരെണ്ണം. നിർത്തി വെക്കല്, ഓരോന്ന് ചെടുക്ക്. വല കീറല് ഒളിപ്പിച്ച് വെച്ചേക്കല്ലേ. അപ്പൊക്കെ പെറുക്കാൻ പറഞ്ഞിട്ടുണ്ടേ. ഇവരെല്ലാം പറഞ്ഞു പോലെയുണ്ട് കേട്ടോ. വയമ്പാണ്. നോക്കി പിടിക്കും. ഞാൻ എടുക്കാം. എല്ലാരും കൂടെ കൂടി അലമ്പാതെ മഴ വായിലോട്ട് ഇട്ടോണ്ട് പോയായിരുന്നു. വാര ഇവിടെ എന്നാ നീ വായിലോട്ട് നീ മാത്രം നീ കൊണ്ടുപോകും. ഞങ്ങൾ കിണ്ടി കളയുന്നവനാ. രാശിയാണോ? അടുത്ത പരിപാടി നമ്മൾ പൊടിക്കണ്ണ വെക്കുന്നത് കേട്ടോ. വയമ്പൊക്കെ കയറുന്ന ടൈപ്പ്. അവൻ മറ്റേ നന്മരാ, അതേ ഒരു നന്മര നിൽക്കുന്നു. ഓനൊന്ന് കുറച്ച് മീനൊന്ന് വാടിക്കണം. വട്ടക്കാളിയൊക്കെ പിടിച്ചിരിക്കുന്നു. ചിക്കു ഫ്രൈ കേട്ടോ. ചിക്കുന്റെ
കുറച്ചുകൂടെ മുക്കി വെക്കടാ, ഇത്ര അകലെ നേരാ വെക്കുന്നേ. ആ ഉണ്ടോ? ഓ മോന് സീൻ. അലമുണ്ടാക്കില്ല. മീൻ പിറക്കുന്ന നീ ഉറക്കം തോന്നി നിൽക്കാതെ ക്ഷീണം കൊണ്ടല്ല. ഹിണ്ണാമണിയെ പറഞ്ഞു വീട്. എനിക്കാണ് അധികം പൊക്കി പിടിച്ചോണ്ടിരിക്കാൻ. ഓക്കെ ഞാൻ എറണാകുളത്ത് നിന്ന് വന്ന് മീനും കിട്ടാൻ തുടങ്ങി. ഇങ്ങോട്ട് നീക്കിട്ടോ, ഇത് പിടിക്കാ. ഞാൻ ആണ് പിന്നല്ല അതേ വെച്ച പിന്നെ കോല വരത്തില്ല. ആ കോല ഒന്ന് കാണിച്ചേ. പാമ്പിനെപ്പോഴത്തെ കാണിച്ചടാ ഈ കോല കിട്ടി കേട്ടോ. അതെ കോലല്ല, അത് ഇത് പോരാ. ചുമ്മാ നിക്കുന്നേ അജയ് നമ്മൾ ഉദ്ദേശിച്ച ആളല്ല കേട്ടോ. 15 വയമ്പ് എടുത്തിട്ട് ആ വള്ളത്തേലോട്ട് പിന്നെ പെരിവോ ചുമ്മാ നീ അങ്ങനെ ഊരിക്കളഞ്ഞ ഇവന് നനയായിരിക്കാൻ വേണ്ടി കോട്ടിട്ടാ മീൻ പിടിച്ചോണ്ടിരുന്നത്. അതുകൊണ്ട് ഒട്ടും നനഞ്ഞിട്ടില്ല. ഏതൊന്നുമല്ല പറയുന്നുണ്ടോടാ. അടുത്ത് കോല 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 കോല് കിടപ്പുണ്ട്. ഉണ്ട് 2 3 ഉണ്ട്. അകത്ത് മീനുണ്ടാ. പൊക്കി പിടിക്കടാ, എന്നിട്ട് വെറുക്കാളാ പോ. പൊക്കി പിടിക്കാൻ മണിക്കൊണ്ടുണ്ടായിരുന്നല്ലോ. നേരെ ഇതിനകത്തോടെ ഒരു കുടയിൽ പടഞ്ഞാ കറക്റ്റ് കാര്യം പറഞ്ഞു. പിള്ളേർക്ക് അറിയത്തില്ലടാ. ഉപ്പാലൂടെ കണ്ട് പഠിച്ചതാ. അങ്ങനെ തന്നെ ഉണ്ണിക്കുട്ടം ഇതിങ്ങനെ ഇവിടെ മാത്രല്ല അവസാനമായപ്പോഴാണ് നീ പറയുമ്പോ കേറിയില്ലായിരുന്നു. വെള്ളത്തിന്റെ തള്ളിട്ടാ ചെലവന്മാര് സൈലന്റ് ആയിട്ടേ വരത്തുള്ളൂ. അടിപ്പോയി പുല്ലം ചാടിപ്പോയായിരുന്നു. ഇവിടെ ഒന്നുമില്ല. അവിടെ കിടക്കുന്ന ഇപ്പുറം വഴി ഇങ്ങനെ വരും. ഇങ്ങനെ പിടിക്കണം. അപ്പൊ നീ ആ ഫോണായിട്ട് കുറച്ച് മാറി അതുകൂടെ നമ്മുടെ ഒട്ടക്കളനെ പിടിക്കും. ഒട്ടക്കളനെ എടുത്തു മാറി അമ്മുകൊല്ലൊന്നും കളയണ്ട കേട്ടോ. എല്ലാം കാണാൻ കേട്ടോ കേട്ടോ. അജയ് ചേട്ടൻ്റെ
മനസ്സിലെ താത്തേക്ക് ഒന്നുകൂടെ. അങ്ങനെ ഗൈസ് നമ്മൾ രണ്ടാമത്തെ ദിവസത്തേക്ക് ആ ചവല വെക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് അർജു ഇറങ്ങിയേക്കുന്നത്. അങ്ങോട്ട് പോടാ കൊടയാനോ? കണ്ടോ കൊള്ളാം കേട്ടോ. ഇന്ന് അത്യാവശ്യം കിട്ടി. ഇന്നലെ കിട്ടിയതിനേക്കാളും കൂടുതൽ 2-3 വെപ്പ് വെച്ചപ്പോഴേ കിട്ടിയ കേട്ടോ. ബക്കൻ്റെ ഏകദേശം ഒരു പകുതി ആറായിട്ടുണ്ട്. നീ കിടപ്പുണ്ട്. ചിക്കു കിട്ടത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീന്റെ തല വെറുതെ ഇട്ടിട്ട് ലോറി ഇവിടെ വെച്ചിരിക്കുക. എന്ത് ചെയ്യണം ചിക്കു? അർജു അർജു ഇല്ല. നേരത്തെ നല്ല അടിപൊളി നല്ല വറക്കാൻ പറ്റിയ ഐറ്റം. ഇന്ന് നോട്ടായിട്ട് വെച്ചേക്കോണേ. ഇന്നലെ വറക്കാൻ ഇവൻ തന്നില്ല കേട്ടോ. കേട്ടോ ഇവൻ ഇന്നലെ കൊണ്ടുപോയി. ഇവൻ ഇപ്പൊ കൊണ്ടു തരാന്ന് പറഞ്ഞ് കൊണ്ടുപോയതാ. എന്നാ മനുഷ്യനാണ്. മനുഷ്യനാന്ന് ഓർക്കണേ. ഈ വെള്ളപ്പൊക്കം എനിക്ക് വേണ്ട. ഞാൻ ഇത് ഇവിടെ ഇട്ട് വറക്കാനാ. കണ്ടോ? അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്. നമ്മളൊരു അടുത്ത ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും ബൈ.